ഹലോ, അസർബൈജാനിലെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു സംഭവത്തിൻ്റെ അകത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതൊരു മ്യൂസിയമാണ്. അപ്പം ഈ ഒരു ഇതിൻ്റെ അകത്ത് എന്താണ് ഐറ്റം എന്നുള്ളത് നമുക്ക് കാണാം. ഒരു വിൻറ്റേജ് കളക്ഷൻസിൻ്റെ, അതായത് വിൻറ്റേജ് കാർ കളക്ഷൻസിൻ്റെ വൻ ശേഖരമുള്ള ഒരു സ്ഥലമാണ്. ആ ഒരു വെളിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനൊരു സാധനമാണെന്ന് നമുക്ക് കണ്ടാൽ പറയില്ല, അത്ര ഡിഫറെൻ്റാണ്. പിന്നെ എന്താ പറയുക, ഈ കാണുന്നതെല്ലാം ഒരു രക്ഷയുമില്ലാത്ത കളക്ഷൻസാണ്. എന്താ പറയേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാറുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ, എന്താ പറയുക, അസർബൈജാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങളുടെ ഒരു ലിസ്റ്റിൽ എഴുതി ചേർക്കേണ്ട ഒരു സ്ഥലമാണ് എന്ന് ഞാൻ പറയും. കാരണം നിങ്ങളുടെ ഒരു ഗൈഡിൻ്റെ അത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എന്താ പറയുക, സിറ്റി ടൂറിൻ്റെ ദിവസം ഈ ഒരു സ്ഥലവും കൂടി ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആഡ് ചെയ്യും. ഈ കാണുന്ന ഞാൻ ടെമ്പോ എന്നാണ് പറയുന്നതിൻ്റെ വേറെ പേരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് നമ്മളുടെ മാഷാ ബിയറിൻ്റെ അകത്ത്, മാഷാ ബിയർ കണ്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. അതിൻ്റെ അകത്ത് ഇങ്ങനൊരു വാൻ കൊടുക്കും, എന്താ പറയുക, ഉണ്ട്. അത് കണ്ടപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത്. പിന്നെ ഈ ഒരു യെല്ലോ കാർ കാണുമ്പോൾ നമുക്ക് എവിടേക്കോ ഉള്ളൊരു ടാക്സിയുടെ ഒരു ഫീലുണ്ട്. പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് ചില സ്ഥലത്തൊക്കെ നമ്മളിങ്ങനത്തെ ഒരു യെല്ലോ കാർ ടാക്സിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ഫീലാണ്. പിന്നെ ചില കാറുകളുടെ എന്താ പറയുക, ഡോഡ്ജിൻ്റെയൊക്കെ പഴയ മോഡലൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അടിയിൽ കുഞ്ഞി കാറുകളാണ്. അതായത് എന്താ പറയുക, നമ്മുടെ കളിപ്പാട്ട കാറുകളുടെ ഒരു കളക്ഷൻ കാണാറുണ്ടല്ലോ, അതുപോലത്തെയൊക്കെ ഒരു ഫീലാണ്. അതിൻ്റെ അകത്തോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. വെളിയിൽ നിന്നിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ വന്ന സമയത്ത് അങ്ങനെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. നമ്മൾ വന്ന സമയത്ത് വേറെ ഒരു 2 ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം വീഡിയോസ് എടുക്കാനും അതുപോലെ തന്നെ കുറേ നേരം നോക്കാനും കാണാനും ഒക്കെ പറ്റുന്ന ഒരു പ്ലേസ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോരം വെറൈറ്റി മോഡൽ, പണ്ടത്തെ ആ ഒരു ഇങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ മോഡൽ കാറുകൾ. പണ്ടത്തെ പണ്ടത്തെ സിനിമകളിലൊക്കെ ചില മോഡൽ കാറുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സമയത്തുള്ള അതിൻ്റെ ഫോട്ടോസൊക്കെ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കാർ കളക്ഷൻസിൻ്റെ ഒരു വൻ ശേഖരം തന്നെയായിരുന്നു. എന്താ പറയുക, ഇതിൻ്റെയൊക്കെ കളറ് കാണുമ്പോൾ വാവ് എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടല്ലോ, അതാണ്. അതിൻ്റെ സീറ്റിങ്ങും ഒക്കെ ആണെങ്കിൽ ഒരു രക്ഷയുമില്ല. അതത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്ത് അവർ കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി മോഡൽ പണ്ടത്തെ ആ ഒരു കാറുകളുണ്ടല്ലോ, അതെല്ലാം അവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയ വാനും അതുപോലെ തന്നെ പണ്ടത്തെ കുറേ എന്താ പറയുക, വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു, കാറ് മാത്രമല്ലായിരുന്നു. പിന്നെ ഞാൻ കൂടുതലും കാറിൻ്റെ വീഡിയോസാണ് എടുത്തത്. എനിക്ക് കാറുകളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നില്ലേ അടിപൊളി കാറുകളെന്ന്? ആ മാതിരി കാറുകളായിരുന്നു. അപ്പം അസർബൈജാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഈ ഒരു സ്ഥലം മറക്കണ്ട. ഈ ഒരു കാർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അകത്തും ആ ഒരു ബ്ലൂ ആണോ അക്വാ ഗ്രീൻ ആണോ എന്തോ ആ ഒരു കളറ്, അകത്തും അതേപോലെ വെളിയിലും അതേപോലെ എന്ന് പറയാറില്ലേ, അത് കണക്കത്തെ ഒരു കാറായിരുന്നു. അപ്പം എല്ലാം കണ്ട് കഴിഞ്ഞ് നമ്മൾ വെളിയിലിറങ്ങിയപ്പോഴത്തേന് സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. സന്ധ്യ ആയപ്പോഴുള്ള ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.